ജീവന്റെ പരിപാലകൻ നീ മാത്രമേ എന്നാടുമെൻ ജീവന്റെ പരിപാലകൻ. കാഴ്ചയേകുന്നു കരം നീട്ടി വാങ്ങി നീ സ്വീകരിക്കണമേ. വിധവ തൻ ചെറുകാശു പോലെ ഈ കാഴ്ചയെ കൈക്കൊള്ളുവാൻ കനിവാകേണമേ. തന്നൊരായിരം നന്മകൾക്കൊക്കെയും നന്ദിയായി നൽകുന്നു എൻ ജീവിതം. നീ തന്നൊരായിരം നന്മകൾക്കൊക്കെയും നന്ദിയായി നൽകുന്നു എൻ ജീവിതം. കുശവന്റെ കയ്യിലെ കളിമണ്ണു പോലെന്നെ തിരുവുള്ളം പോൽ നീ വാർത്തെടുക്കണമേ. അഡ്ഡ Gracias.
വർക്കട്ട സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തെ സംബന്ധിച്ച് ഇത് വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷമാണ്. പാതുവായിലെ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുശേഷിപ്പ് കന്തുവാനിയിലെ വിശുദ്ധ അന്തോണീസിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ വന്ന് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാൻ ദൈവത്തെ
പാടിപ്പോർത്തട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്ക് അനുഗ്രഹത്തിന് ഭദ്രാവതി രൂപത മുഴുവൻ ഈ നാടും ദേശവുമെല്ലാം വലിയ സാക്ഷ്യം വഹിക്കുകയാണ്. ദാരിദ്ര്യത്തിൻ്റെ രൂപികൾ ജീവിച്ച് വേദനിക്കുന്നവർക്കും പീഡിതർക്കും ആശ്വാസം പകരുന്ന പാവങ്ങളുടെ അത്താണിയായ അന്തോണീസ് പുണ്യവാളൻ നമ്മുടെ ഈ ഇടവക ദേവാലയത്തിലേക്ക്, ഈ കൊച്ചു ഇടവക ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. വിശുദ്ധ അന്തോണീസിനെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കാം. വിശുദ്ധ അന്തോണീസിൽ നിന്നും ധാരാളമായിട്ടുള്ള ദൈവാനുഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കുകയും ചെയ്യാം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, പ്രിയമാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, മുഴുവൻ പഠിപ്പിച്ചതും പറഞ്ഞു തന്നതുമായ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. സക്രാരിയിലായിരിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ് ആ വിശുദ്ധൻ. ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ് ആ വിശുദ്ധൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തത്. തൻ്റെ ജീവിതത്തിലൂടെ, തൻ്റെ വാക്കുകളിലൂടെ, തൻ്റെ പ്രവൃത്തികളിലൂടെ അദ്ദേഹം പറഞ്ഞതും പഠിപ്പിച്ചതുമായ വലിയ സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ: യേശുക്രിസ്തുവാണ് നമ്മുടെയൊക്കെ രക്ഷകൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതമാം സ്വർലോകത്തിൽ
സർവേശനു സ്തുതിഗീതം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 10 5 മുതലുള്ള തിരുവചനങ്ങൾ. 12 പേരെ യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു: നിങ്ങൾ വിജാതിരുടെ അടുക്കലേക്ക് പോകരുത്, സമരക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത്. പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കലേക്ക് പോകുവിൻ. പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിടുന്നതുവരെ അവനോട് കൂടി താമസിക്കുകയും ചെയ്യുവിൻ. ഈ ദിവസത്തെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് എന്ന് സത്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. അത്ര വലിയ ഭാഗ്യമാണ് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത്. ഈ മഹാഭാഗ്യത്തിന് നമുക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം ദൈവത്തിന് നന്ദി പറയാം.